പണ്ടീ കിടപ്പുമുറിയിൽ കയറിയതിന് നീ എന്നെ കുറെ ചീത്ത പറഞ്ഞല്ലേ മഞ്ജു. ഇപ്പൊ ഞാൻ ഇതിനകത്തും നീ വീടിന് പുറത്താവുകയും ചെയ്തു. പ്രീതിയോട് കളിച്ചാ ഇങ്ങനിരിക്കും. പ്രതീക്ഷ വരച്ച പടം ഇതെങ്ങനെ ഗിരിയേട്ടന് കിട്ടിയാവോ? കൊറേ കരഞ്ഞ് കാല് പിടിച്ചപ്പോ പാവം തോന്നി മഞ്ജു കൊടുത്തതായിരിക്കും. ഇത് മഞ്ജു, ഇതവള്. അപ്പോ ഇതാരാ? ജി.കെ. ഓ, അപ്പൊ ഇതാണ് ജി.കെ. ഗിരിയേട്ടന് പകരം അയാളെയാണ് പ്രതീക്ഷ കുടുംബചിത്രത്തിൽ വരച്ചതെന്ന് കാണിക്കാനായിരിക്കും മഞ്ജു ഇത് ഗിരിയേട്ടന് കൊടുത്തത്. അതുപോലും മനസ്സിലാക്കാതെയാ ഗിരിയേട്ടൻ ഇത് ബെഡിന്റെ തൊട്ടടുത്ത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ജി.കെ. മഞ്ജുവിനോടും പ്രതീക്ഷയോടും കൂടുതൽ അടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴൊന്നും ഗിരിയേട്ടനൊരു പരിധിക്കപ്പുറമൊന്നും ദേഷ്യപ്പെടാറില്ല. ഒരു പുരുഷനും തന്റെ ഭാര്യയും മകളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമ്പോ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. പിന്നെങ്ങനെയാ ഗിരിയേട്ടന് ഇത്ര ശാന്തനായി പ്രതികരിക്കാൻ പറ്റുന്നത്? ഡിയറസ്റ്റ് ജി.കെ. അങ്കിൾ. അയാളുടെ പേര് ജി.കെ. അപ്പൊ ഗിരിയേട്ടൻ എന്നെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കായിരുന്നു. ഞാൻ ജി.കെയും മഞ്ജുവും അടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഗിരിയേട്ടൻ മനസ്സിൽ എന്നെ കളിയാക്കി ചിരിക്കായിരുന്നു. എന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ഗിരിയേട്ടൻ കളിച്ച കളി കൊള്ളാം. അത് മാത്രമല്ല, അച്ഛനെ കണ്ണെടുത്താ കണ്ടുടാത്ത പ്രതീക്ഷയുടെ മുന്നിൽ ജി.കെ. ആയി അവതരിക്കാനുള്ള ബുദ്ധിയും സമ്മതിക്കണം. എല്ലാവരുടെയും നീക്കങ്ങൾ അറിയാവുന്ന അഹങ്കരിച്ചിരുന്ന എന്നെ പോലും ഗിരിയേട്ടൻ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ ഗിരിയേട്ടന് ശക്തി മാത്രമല്ല, ബുദ്ധിയുണ്ട്. പക്ഷെ ഇപ്പൊ ഗിരിയേട്ടന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചില്ലേ? ഇനി നിയന്ത്രണം വീണ്ടും ഞാൻ പിടിച്ചെടുക്കും. ജി.കെ. അവളുടെ അച്ഛനാണെന്ന് പ്രതീക്ഷ അറിയിച്ചാലോ? അത് വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്താ അച്ഛനും മോളും എല്ലാം മറന്ന് ഒന്നായെന്ന് വരും. പിന്നെ മഞ്ജു ഗിരിയേട്ടനോട് ക്ഷമിക്കാൻ അധികം സമയമെടുത്തൊന്നും വരില്ല. അച്ഛനും മകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുന്നത് തന്നെയാണ് എനിക്ക് നല്ലത്. പിന്നെ അറിയിക്കാവുന്നത് മഞ്ജുനെയാ. പക്ഷേ അവളും ഗിരിയേട്ടനൊരു നല്ല അച്ഛനാവാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി എല്ലാം ക്ഷമിക്കാൻ തയ്യാറായല്ലോ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? അയ്യോ, ഗിരിയേട്ടൻ വന്നു.
പ്രീതി എന്തിനാ ഈ മുറി കയറിയത്? ഒന്ന് അടിച്ചു വരാന്ന് കരുതി. മുറിയാകെ വൃത്തിയേടാ. അത് ഞാൻ സഹിച്ചു. ഈ മുറിയിൽ പ്രീതി കയറരുത്. എനിക്കത് ഇഷ്ടമല്ല. കിടക്ക പുറത്ത്. സോറി.